ഹായ്, ഞാൻ ടോബി ജോസഫ്, ദുബായിലൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാണ്. ഇതെൻ്റെ കഥയാട്ടോ. ഞാൻ കുറേ നാളായി വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. മുമ്പൊരു ചാനലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അത് സ്റ്റോപ്പായിപ്പോയി. ഇപ്പോൾ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും ചെയ്താൽ ശരിയാവുമോ, ആൾക്കാരെന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു, ആൾക്കാരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, തുടങ്ങിയേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഫോളോയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ പറയാം. അപ്പം ഇന്നെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്ന് ദുബായ് സൗത്തിൽ ഹയാത്ത് 6ൻ്റെ ലോഞ്ചാണ്. Dubai South. Hayat. Yes. We are going to launch of Dubai South, the government developer Master Community of Hayat. I will. ഓഫീസ് നേരെ എല്ലാവരും കൂടെ ദുബായ് സൗത്തിലെത്തി. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. പിന്നെ മുമ്പത്തെ ഫേസുകളെല്ലാം ലോഞ്ച് ഡേറ്റിൽ തന്നെ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയതുകൊണ്ട് സർപ്രൈസ് ഒന്നുമില്ലായിരുന്നു. ഇതാണ് ദുബായ് സൗത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. 144 സ്ക്വയർ കിലോമീറ്ററാണ് സൈസ്. ഏകദേശം ദോഹ സിറ്റീനേക്കാളും വലുത്. പിന്നെ യൂണിറ്റ് അലോക്കേഷൻ കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ദുബായ് സൗത്തിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള മിസ്റ്റർ നജീബിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അഡ്വൈസൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ദുബായ് സൗത്തിൻ്റെ സെയിൽസ് ഹെഡായിട്ടുള്ള മിസ്റ്റർ മുസ്തഫേനെ കണ്ടു. അദ്ദേഹവും കുറച്ച് നല്ല അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നു. ദുബായ് സൗത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോയത് അവന്യൂ 888ലേക്കാണ്. ഒരു ചെറിയ മീറ്റിങ്ങും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് അവന്യൂ 888 എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ദുബായ് സൗത്ത് റെസിഡൻഷ്യൽ ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയുള്ളൊരു പ്രോജക്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. ഇന്ന് വരെയായി ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയോടെ ഡ്രസ്സും മാറ്റി ദോശ ഇടാൻ തുടങ്ങി. ആദ്യമൊക്കെ പാളിപ്പോകാറുണ്ടായിരുന്നെങ്കിലും പിന്നെ ദോശ ഇട്ട് പഠിച്ചു. ഈ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് വരുമ്പോൾ നമ്മളെല്ലാം പഠിക്കുമല്ലോ. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് ഇന്നത്തെ പരിപാടി അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ശരി, ബൈ.